ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് വ്യക്തമാക്കി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. മോസ്കോയിൽ നടന്ന ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യാന്തര സുരക്ഷ നേരിടുന്ന വെല്ലുവിളികളും ഭീഷണികളും എന്ന വിഷയത്തിലായിരുന്നു ഫോറം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പിന്തുണയ്ക്കണോ അതോ അവരെ പ്രതിരോധിക്കണമോ എന്ന കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങൾ കൃത്യമായ തീരുമാനമെടുക്കണമെന്ന് അജിത് ഡോവൽ പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല. ഭീകരവാദ ഭീഷണികൾക്കെതിരെ ആഗോള പ്രതികരണം ആവശ്യവുമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ആഗോള സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങളും ആവശ്യമാണ്. നിലവിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ ഉതകുന്ന വിധം അവയെ കൂടുതൽ ഫലപ്രദമാക്കണമെന്നും ഡോവൽ പറഞ്ഞു. ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവർക്കും അവർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നവർക്കുമെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം 2025 ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് ഡോവൽ യോഗത്തിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. പാകിസ്ഥാൻ പിന്തുണയുള്ള ലഷ്കർ ഇ തോയ്ബയുടെ അനുബന്ധ സംഘടനയായ ദി റെസിഡൻസ് ഫ്രണ്ട് നടത്തിയ ഈ ഭീകരാക്രമണത്തിൽ 26 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഭീകരവാദത്തെ പൂർണ്ണമായും അടിച്ചമർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. മോസ്കോ സന്ദർശനത്തിന്റെ റഷ്യൻ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗുവുമായി അജിത് ഡോവൽ ഉന്നതതല ചർച്ച നടത്തി. അടുത്തിടെയുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും റഷ്യൻ നേതൃത്വത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ആഗോള വെല്ലുവിളികൾക്കിടയിലും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തം ചർച്ചകളിൽ വീണ്ടും അടിവരയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതത്വവും തടസ്സമില്ലാത്തതുമായ വ്യാപാര നീക്കം ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അജിത് ഡോവൽ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയത്തിനെതിരെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൌൺസിലിൽ കടുത്ത വിമർശനവുമായി ഇന്ത്യ എത്തിയിരുന്നു. ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും രാജ്യം വ്യക്തമാക്കി. UN ചാർട്ടറിന്റെ ലക്ഷ്യങ്ങളും തത്വങ്ങളും ഉയർത്തിപ്പിടിക്കുക, UN കേന്ദ്രീകൃത അന്താരാഷ്ട്ര സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന വിഷയത്തിൽ UN രക്ഷാസമിതിയിൽ നടന്ന തുറന്ന ചർച്ചയിലാണ് ഇന്ത്യയുടെ UNലെ സ്ഥിരം പ്രതിനിധി പാവനേനി ഹരീഷ് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചത്. ലോകമഹായുദ്ധം ഇന്ത്യയുടെ യുദ്ധമല്ലായിരുന്നിട്ടും രാജ്യം അതിനായി വലിയ വില നൽകേണ്ടി വന്നുവെന്നും കോളനിവൽക്കരണ രാഷ്ട്രീയം ഇന്ത്യയുടെ ത്യാഗങ്ങളെ വേണ്ടവിധം അംഗീകരിച്ചില്ല എന്നും UNലും ബഹുരാഷ്ട്രവാദത്തിലും ഇന്ത്യക്കുള്ള വിശ്വാസം രാജ്യം ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിലവിലെ UN ഘടന 1940ലേതുപോലെ മരവിച്ചു കിടക്കുകയാണെന്നും അത് ഇന്നത്തെ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നും ഹരീഷ് വിമർശിച്ചു. മാറുന്ന കാലത്തിനനുസരിച്ച് മാറാൻ UNന് സാധിക്കണം. UN രക്ഷാസമിതി ജീവസുറ്റ ഒരു ഉപകരണമായിരിക്കണം, അല്ലാതെ ഒരു ഫോഴ്സിലാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. UN പൊതുസഭയെ ശക്തിപ്പെടുത്തണമെന്നും രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ യാത്ര ആരംഭിച്ചത് തന്നെ പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണെന്നും ഹരീഷ് ചൂണ്ടിക്കാട്ടി. പതിറ്റാണ്ടുകളായി ഭീകരവാദത്തെ വളർത്തുന്നു എന്ന ആരോപണം നേരിടുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇരയായി മാറിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2026 ആഗോള ഭീകരവാദ സൂചികയിൽ ചരിത്രത്തിലാദ്യമായി പാകിസ്ഥാൻ ഒന്നാമതെത്തി. 2025 ലോകത്ത് ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. 1139 മരണങ്ങൾ, 1045 ആക്രമണങ്ങൾ, 1595 പേർക്ക് പരിക്ക്, 655 പേരെ ബന്ദികളാക്കൽ എന്നിവയാണ് ഭീകരവാദം കാരണം 2025 പാകിസ്ഥാന് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.